نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولا تقربوا الزنا إنه كان فاحشة وساء سبيلا സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വമേഖലയിലും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നോട് എൻ്റെ കുടുംബത്തോട് ഉണർത്തുന്നത് പോലെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യമായി ഒരു ഉപദേശം. സാഹചര്യം നമുക്കറിയാലോ, ആ സാഹചര്യത്തെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. നമ്മളെ മൂക്കും വായയും മൂടുന്ന രീതിയിലായിരിക്കണം നമ്മൾ മാസ്ക് ധരിക്കേണ്ടത്. അത് ഏത് സന്ദർഭത്തിലും ഈ സാഹചര്യത്തിൽ നമ്മൾ കുറ്റക്കാരാകാതിരിക്കാൻ, ഒരു അന്വേഷണ വിധേയമാകാതിരിക്കാൻ എല്ലാം നല്ലതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വന്നു ഭവിച്ചിട്ടുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും എല്ലാവരെയും നാടിനെയും സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മനുഷ്യരായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽപ്പെട്ടതാണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. അതേപോലെ ഒരു സംഗതിയാണ് പ്രായപൂർത്തിയെത്തിയ സ്ത്രീ പുരുഷന്മാർക്ക് അവരുടെ മനസ്സിനുള്ളൊരാനന്ദവും ശരീരത്തിനുള്ള സുഖവും നൽകുന്ന ലൈംഗിക സുഖം അനുഭവിക്കുക എന്നുള്ളത്. ഇസ്ലാം അതിന് വളരെയധികം നിയമനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ലോകത്തും അതിന് ശിക്ഷ ലഭിക്കും. ഈ ലോകത്ത് ശിക്ഷ ലഭിക്കാത്തവർക്ക് പരലോകത്ത് ശിക്ഷ ലഭിക്കും. നിഷ്കളങ്കമായ തൗബയിലൂടെ അള്ളാഹു അതിന് പരിഹാരവും നൽകും.
അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുക, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അത് കഠിനമായ ശിർക്കാണ് എന്ന് പറഞ്ഞതിന് ശേഷം, ഗൗരവമായി പറഞ്ഞതൊക്കെ കൊലപാതകത്തിന് ശേഷം അള്ളാഹു പറഞ്ഞത് വ്യഭിചാരത്തെക്കുറിച്ച്. ഒരു മതങ്ങളും അവിഹിത ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അംഗീകരിക്കുന്നില്ല. മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയായിട്ടാണ് സമൂഹത്തിന്റെ മുന്നിൽ അപമാനിതനാകുന്നതാണ്, നിന്ദിക്കപ്പെടുന്നവരാണ്, ജാരസന്തതികൾക്ക് ജന്മം നൽകുന്ന ഒരു മ്ലേച്ഛമായ പ്രവൃത്തിയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വിവാഹത്തിലൂടെ മാത്രമേ ഈ ഒരു ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. വിശപ്പിന് ഭക്ഷണമില്ലെങ്കിൽ അയൽപക്കത്ത് പോയി നമുക്ക് ചോദിക്കാം ഭക്ഷണം. ദാഹത്തിന് വെള്ളമില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വെള്ളം ചോദിച്ച് കുടിക്കാം. പക്ഷെ ലൈംഗിക സുഖം അനുഭവിക്കണമെങ്കിൽ അയൽവാസിയുടെ അടുത്ത് പോകാൻ പറ്റൂല. അവിടെ ഭാര്യയിലൂടെ മാത്രമേ അതനുഭവിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. എന്നാൽ ഇന്ന് വിവാഹത്തിനല്ല പ്രാധാന്യമുള്ളത്. വിവാഹത്തിനേക്കാൾ ഏറെ ആളുകൾ പ്രാധാന്യം നൽകുന്നത് അവിഹിതങ്ങളായ ഇടപെടലുകൾക്ക്. സർവസമ്മതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ദൃശ്യമാധ്യമങ്ങളാകട്ടെ, കുടുംബപരമായിട്ടാകട്ടെ, അതിനൊക്കെ ഒരു ഇളവ് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിന്റെ ഗൗരവം ശരിക്കും മനുഷ്യന് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഏതൊരു കല്യാണമാകട്ടെ, അതുമായി ബന്ധപ്പെട്ട് ഞാനത് വിശദീകരിക്കാതെ നമ്മളെ ജീവിതത്തിലേക്ക് എല്ലാ ആളുകളും കണ്ണടക്കുന്ന ഒരു സംഗതിയാണ്. ശരിയല്ലല്ലോ അവരുടെ പോക്ക്, ശരിയല്ലല്ലോ അവിടെ കൂടിച്ചേരല്, ശരിയല്ലല്ലോ അവരുടെ സംസാരം, ഇത് ദീൻ അംഗീകരിക്കുന്നതല്ലല്ലോ എന്ന് കുടുംബത്തിലുള്ള രക്ഷിതാക്കൾക്കറിയാം, നാട്ടുകാർക്കറിയാം, മഹല്ല് നിവാസികൾക്കറിയാം. പക്ഷെ ഇതിന് മാറ്റം വരണമെങ്കിൽ ഓരോ മനുഷ്യന്റെ മനസ്സിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, ഈ ഇഹപര ജീവിതത്തിലുള്ള നിന്ദ്യതകൾ, കത്തിജ്വലിക്കുന്ന നരകത്തെക്കുറിച്ചുള്ള പേടി, ഇതിലൂടെ മാത്രമാണ് ഒരു മനുഷ്യനെ ഇത്തരം നീചമായ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചിട്ട് ഒരു ഉപദേശം നടത്തുന്നു. യാ ബുനയ്യ ഇയ്യാക, എന്റെ പൊന്നുമകനെ നീ സൂക്ഷിക്കണേ. ഒരു പിതാവ് മകൻക്ക് ഉപദേശം നൽകുന്ന ഒരു വലിയ വിഷയമാണ്. ശിർക്കിനെ കുറിച്ചൊക്കെ ഉപദേശിച്ചത് നമുക്ക് കാണാം ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ. എന്നിട്ട് പറഞ്ഞു ഇയ്യാക വസ്സിന, വ്യഭിചാരം നീ സൂക്ഷിക്കണം. ഫഇന്ന അവ്വലഹു മഖാഫത്തുൻ, അതിന്റെ തുടക്കത്തിൽ നിനക്ക് പേടിയുണ്ടാകും. പേടിച്ചല്ലാതെ അത് ചെയ്യാൻ കഴിയില്ല എന്ന് ഒന്നാമത് പഠിപ്പിക്കും. വആഖിറഹു നദാമത്തുൻ, അതിന്റെ പ്രവൃത്തിയുടെ അവസാനമായാലും ഇനി പരലോകത്തായാലും അത് ഖേദത്തിന് കാരണമായി തീരുന്ന, അതിന്റെ അന്ത്യം ബമ്പിച്ച ഖേദത്തിന് കാരണമായി തീരുന്നൊരു സംഗതിയാണ് വ്യഭിചാരം എന്ന്. അതുകൊണ്ട് വ്യഭിചാരത്തെക്കുറിച്ച് നീ ഭയപ്പെടണം, സൂക്ഷിക്കണം എന്ന് ഒരു പിതാവ് ഒരു മകൻക്ക് നൽകുന്ന ഉപദേശം. അപ്പൊ ഒരു പിതാവ് ഒരു മകനക്ക്, ഒരു മകൾക്കൊക്കെ ഉപദേശം നൽകുമ്പോൾ ആ പിതാവ് എത്ര ബോധമുള്ളവനായിരിക്കണം. നമ്മളൊരു പിതാവായിരിക്കണം. നമ്മളെ കുടുംബത്തിൽ ജീവിക്കുന്ന പെൺമക്കളും ആൺമക്കളും സഞ്ചരിക്കുന്നിടത്ത് നമ്മൾ അടുത്ത വീട്ടിലെ കഥ പറയലല്ല. നമ്മളെ വീട്ടിലെ കഥ നമ്മൾ അന്വേഷിക്കണം, നമ്മൾ പറയണം. അവിടെയാണ് ഈ ഗൗരവമേറിയ വിഷയത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ദുനിയാവിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും ശിക്ഷ കിട്ടിയിട്ടുണ്ടോ വ്യഭിചരിച്ച ആളുകൾക്ക്? അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. ഒരു വ്യഭിചരിച്ച പെണ്ണാവട്ടെ, ഒരു വ്യഭിചരിച്ച ആണാവട്ടെ, ഫജ്ലിദു, അവരെ നിങ്ങൾ അടിക്കണം എന്നാ പറഞ്ഞത്. കുല്ല വാഹിദിൻ മിൻഹുമ, അവരിൽ ഓരോരുത്തരെയും മിയത്ത ജൽദ, 100 അടി അടിക്കണം. ആരെന്നറിയോ? അവിവാഹിതർ ചെയ്താലാണ്. വിവാഹിതരാണെങ്കിൽ എറിഞ്ഞാണ്ട് കൊല്ലണമെന്നോ. ഈ 2 ശിക്ഷയില്ല ഇവിടെ. അപ്പൊ ഈ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ച ആളുകളൊക്കെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. അവർക്ക് ആഖിറത്തിൽ ശിക്ഷയില്ല.
പക്ഷെ ഈ ദുനിയാവിലെ ഈ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ ധാരാളമാണ്. അവർക്കൊന്നും ശിക്ഷ ലഭിക്കുന്നില്ല. അപ്പൊ ശിക്ഷ എവിടെ ലഭിക്കാനുള്ളത്? വനദാമത്തു ആഖിറഹു നദാമത്തു, നിന്ദ്യമായ ശിക്ഷ വരാനിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് ആയത്തിന്റെ അവസാനം പറഞ്ഞു അല്ലാഹു, വലാ തഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്, ഈ ശിക്ഷ വിധിക്കുന്ന കാര്യത്തിൽ ഇവർ രണ്ടാളോടും മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു അലിവുണ്ടാകാൻ പാടില്ല. നൂറടി അടിക്കുന്ന കാര്യത്തിൽ ഒരലിവും ശിക്ഷ നടപ്പിൽ വരുത്തുന്ന ആളുകൾക്ക് ഇവരെ കുറിച്ച് അത് വേണ്ടെന്ന് ലളിതമാക്കണം. ഒരു 99 ആക്കാമെന്ന് വിചാരിക്കാൻ പാടില്ല എന്നർത്ഥം. 101 അടിക്കാനും പാടില്ല. അള്ളാഹു വിധിച്ചത് 100 ആണെങ്കിൽ 100 അടിക്കാൻ പാടില്ല. എന്നിട്ട് പറയുന്നു അതിന്റെ വാക്ക്, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവിടെയാണ് വിഷയം. നിങ്ങൾ അള്ളാഹുവിനും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പണി ചെയ്തോളണം, അടിക്കണം. അവിടെ തീർന്നില്ല. നാലാമത്തെ ഒരു വിഷയം തരും, വൽയശ്ഹദ് അദാബഹുമാ ത്വാഇഫത്തുൻ മിനൽ മുഅ്മിനീൻ, ഇവരെ ശിക്ഷ നടപ്പാക്കുന്ന സന്ദർഭത്തിൽ സ്ഥലത്ത് വിശ്വാസികളിൽ നിന്ന് ഒരു വിഭാഗം ഹാജരാകണമെന്ന്, സാക്ഷിയായിരിക്കണം. ഇത്ര ഗൗരവമുണ്ട് സൂറത്ത് നൂറിലെ 2-ാമത്തെ ആയത്ത്. അതുകൊണ്ടാണ് സൂറത്ത് നൂറ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് സ്ത്രീകൾക്ക് പഠിപ്പിക്കണം. അപ്പൊ അതിന്റെ വലിയ ഗൗരവമേറിയ സംഗതിയാണ്. മാരകമായ രോഗങ്ങൾ ദുനിയാവിൽ അത് വിതയ്ക്കുന്നുണ്ട്. ലൈംഗിക അവയവങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നത്, എയ്ഡ്സ് പോലുള്ള മഹാവ്യാധികൾ വരുന്നത്, ടെൻഷനുകൾ. ഞാൻ പത്രത്തിൽ വായിച്ചത് ഓർക്കുന്നു, ഡോക്ടർമാരുടെ പഠനത്തിന് ശേഷം അറ്റാക്കിന് ഏറ്റവും കാരണം വ്യഭിചാരമാണ്. ഹാർട്ട് അറ്റാക്കിന് കാരണം വ്യഭിചാരമാണെന്ന് ഡോക്ടർമാരുടെ പഠനങ്ങൾ തെളിയിക്കുമ്പോൾ ആ മാനസിക ടെൻഷന്റെ അവസ്ഥകളൊന്ന് മനസ്സിലാക്കി വെക്കാൻ എത്ര ഗൗരവമുള്ള വിഷയമാണ്. അപ്പം ദുനിയാവിൽ പോലും നമ്മൾ നിന്ദ്യമായ ശിക്ഷയ്ക്കും പ്രയാസത്തിനും മാരകമായ രോഗങ്ങൾക്കും ഒരുപാട് ഹദീസുകൾ ദുനിയാവില് മുഖത്തിന്റെ ലാവണ്യം നഷ്ടപ്പെടുകയും ദാരിദ്ര്യം പിടികൂടുകയും അതേപോലെ തന്നെ പരലോകത്ത് നിന്ദ്യമായ ശിക്ഷയ്ക്ക് വിധേയമാവുകയും അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്നതൊക്കെ ആയിട്ട് ഹദീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ സ്വഹീഹായിട്ടും അല്ലാതെയുമായിട്ടൊക്കെ ഒരുപാട് ഹദീസുകൾ അതിന്റെ ഫവായിൽ അതിന്റെ ഗൗരവങ്ങൾ സൂചിപ്പിക്കുന്നതായ ഹദീസുകൾ ധാരാളമുണ്ട്. അത്ര ഗൗരവമുള്ളതാണ്. ഇനി ഒരു നാട് തന്നെ ഫസാദാകാൻ അള്ളാഹുവിന്റെ ശിക്ഷ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമാണ് വ്യഭിചാരം ഉണ്ടാകുന്നത്. എന്താ? 2 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ വഹറ സിന വരിബ ഫീ ഖറിയത്തിൽ, ഒരു ഗ്രാമത്തിൽ ഒരു നാട്ടിൽ പലിശയും വ്യഭിചാരവും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഫഖദ് അഹല്ലു ബി അൻഫുസിഹിം അദാബല്ലാഹ്, അവരിലേക്ക് ശിക്ഷയ്ക്ക് അനുവാദം, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അനുവാദം നൽകി. പിന്നെ കുടുംബത്തിലെ മാരകമായ രോഗങ്ങൾ, മരണങ്ങളും ദാരിദ്ര്യങ്ങളും ഒക്കെ കടന്നു വരാനുള്ള അനുവാദം അള്ളാഹുവിന് വിട്ടുകൊടുക്കുകയാണ്. അള്ളാഹു അതിങ്ങനെ ഇറക്കി കൊടുക്കുന്ന. വ്യഭിചരിച്ചിട്ട് ആരോഗ്യം നേടിയ ആളുകൾ, മാനസിക സന്തോഷം നേടിയ ആളുകൾ ഉണ്ടാവുമോ? ഇല്ല. വിവാഹം കഴിച്ചതാണെങ്കിലോ ബാപ്പാന്റെ ഉമ്മാന്റെ മുന്നിലൂടെ കൈ പിടിച്ചിട്ട് അവിടേക്ക് ഇങ്ങനെ നടന്ന് റൂമിലേക്കാണ്ട് പോകാം. മറിച്ച് വ്യഭിചരിക്കുന്ന പെണ്ണിനേക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? നാട്ടുകാർ മുമ്പിൽ പോകാൻ പറ്റുമോ? എത്ര ഗൗരവമുണ്ട്. എന്നാൽ അതിനാണ് നാടുകൾക്ക് ഏറ്റവും വലിയ താല്പര്യം. ഇനി ആഖിറത്തിലാണെങ്കിലോ അതിലേറെ ഗൗരവ ശിക്ഷയാണ്. അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണുന്ന രംഗങ്ങൾ, പ്രവാചകൻ സ്വപ്നത്തിലൂടെ ഇങ്ങനെ കണ്ട കാഴ്ചകൾ വിശദീകരിക്കുന്ന ഒരുപാട് ശിക്ഷകൾ ഇങ്ങനെ കാണുകയാണ്. പലിശന്റെതും അങ്ങനെ ഒരുപാട് ശിക്ഷകൾ കാണുന്ന കൂട്ടത്തിൽ 2 മലക്കുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടപ്പോൾ ഒരു വായു കുടുങ്ങിയ ഒരു അടുപ്പ്, അടിഭാഗം വിശാലമാണ്. അത് തീജ്വാലകൾ ആഴി അട്ടഹസിച്ച് മുകളിലേക്ക് പൊന്തുമ്പോൾ നഗ്നരായ സ്ത്രീപുരുഷന്മാര് ഈ തീജ്വാലക്കൊപ്പം അട്ടഹസിച്ചുകൊണ്ട് മുകളിലേക്ക് പൊന്തി താഴുന്നു. ഈ ഗൗരവമേറിയ രംഗം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹാഹുലായി യാ ജിബ്രീൽ, ആരാണിവര്? അങ്ങനെ വീണ്ടും മുന്നിലേക്ക് ഇങ്ങനെ നടക്കാൻ പറഞ്ഞ് മറ്റു കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നീട് ഓരോ കാഴ്ചകളും വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഈ തന്നൂർ അടുപ്പ്, വായു കുടുങ്ങിയ അടുപ്പ്, അടിഭാഗം വിശാലമായല്ലേ
തീജ്വാലയിൽ അട്ടഹസിച്ചിട്ട് മുകളിലേക്ക് പൊന്തിത്തായുന്ന നഗ്നരായ സ്ത്രീ പുരുഷന്മാരെ കണ്ടിട്ട് ആരാണ് ഇവരെന്ന് ചോദിച്ചപ്പോൾ വിശദീകരിക്കുമ്പോൾ അമ്മ റിജാൽ വൽ നിസാഉൽ ഉറാത്തുൽ ലദീന മിസ്ല ബിനാഇ തന്നൂർ ഫഇന്നഹും സുനാതു വസ്സുവാനി, വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസാരമായ കാര്യമല്ല വ്യഭിചാരം എന്ന് പറയുന്നത്. ദുനിയാവിൽ അതിന്റെ അപമാനവും നിന്ദ്യതയും ആർക്കെങ്കിലും സാധിക്കോ? വ്യഭിചാരത്തിലൂടെ ഒരു സന്താനം ഉണ്ടായിട്ട് അതിന്റെ ബാപ്പയാകുക, അതിന്റെ ഉമ്മയാകുക, എത്ര മക്കളെയാണ് മാനം രക്ഷപ്പെടുത്താൻ വേണ്ടി ദുർബല നിമിഷത്തിൽ സംഭവിച്ച തെറ്റിനും തെരുവുകളിൽ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടുന്ന കാഴ്ചകൾ, കഴുത്ത് നെരിച്ച് കൊല്ലുന്ന കാഴ്ചകൾ, വാർത്തകൾ വായിക്കുന്നവർക്ക് വായിച്ച് അവസാനിപ്പിക്കാൻ കഴിയാത്തത്ര വേദനിക്കുന്നതായ അനുഭവങ്ങളാണ് പിഞ്ചു പൈതങ്ങളെ ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് യാചിക്കുന്ന ആയുധങ്ങളുടെ മുന്നിൽ സ്വന്തം കുഞ്ഞിനെ ജന്മം നൽകിയിട്ട് കഴുത്ത് ഞെരിച്ചും കഴുത്തറുത്തും കൊല്ലുന്ന ഒരു കാലം ആലോചിച്ച് നോക്കുക. ഇതിന്റെ ഒക്കെ പിന്നില് വ്യഭിചാരത്തിനൊരു കാരണമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സൂറത്ത് ഇസ്രായിലൂടെ പറഞ്ഞു, വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുതെന്ന്. ആ വിഷയവുമായി എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആ ഭാഗത്തേക്കൊന്നും നിങ്ങൾ അടുക്കരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, തീർച്ചയായും അതൊരു ഫാഹിശായ പരിപാടിയാണ്, വൃത്തികെട്ട നീചമായ വിഷയമാണ്. വസാഅ സബീല, മേച്ഛമായ വഴിയുമാണ്. എന്ന് പറഞ്ഞാൽ ഫാഹിശ എന്ന റംബൻ അലീമ, വമ്പിച്ച കുറ്റമാണ്, തിന്മയാണ് അത്. അതിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. ഇപ്പം വ്യഭിചരിക്കാനുള്ള ഒരു ഡേറ്റ് വരെയുണ്ട്, ഫെബ്രുവരി 14, അല്ലേ? വാലന്റൈൻ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അതിന്റെ പിന്നിലുള്ളത്? അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കാനും ചുംബിക്കാനും ഇടപഴകാനും സ്വാതന്ത്ര്യം നേടിക്കൊടുത്തൊരു ദിവസമാണ്. അങ്ങനെ ഒരു ദിവസം വരാനിരിക്കുകയാണ്. അവർക്ക് ഗ്രീറ്റിംഗ് കാർഡുകൾ അയക്കുക, അറബിയിലെ ഈദുൽ ഹബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. ഇങ്ങനെ പല ഭാഷകളെല്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഭൂമിക്ക് മുകളിലാണ് വ്യഭിചാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന മാർഗങ്ങളാണ്. അടുത്ത പത്രത്തിൽ വായിച്ച സംഗതി, ഒരു കോളേജില് ഫെബ്രുവരി 24 മുമ്പായിട്ട് എല്ലാ ആളുകൾക്കും ഒരു ഗേൾ ഫ്രണ്ട് വേണമെന്ന് വായിക്കുക. എന്നിട്ട് അതിന്റെ പിന്നിൽ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഉടനെ വന്നു. അല്ലാഹു അഅലം. വിഷയം സ്പ്ലിറ്റായോ? ആളുകളിലേക്ക് എത്തേണ്ട ഈ ഫേക്ക് ന്യൂസ് അത് വായിച്ച ആളുകളിലേക്ക് എത്തിയോ? ഇല്ല. അവര് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഫേക്ക് ന്യൂസ് കൊടുത്തു. പക്ഷെ ജനങ്ങൾ ഇതൊക്കെ സ്വീകരിച്ചു. ഇതാണ് മാധ്യമങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ. തിന്മ തിരിച്ചറിയാനുള്ള ഇൽമ് മക്കൾക്ക് നൽകണം, കുടുംബത്തിന് നൽകണം. അവിടെയാണ് അല്ലാഹു പറഞ്ഞത്, വിശ്വാസികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. രണ്ട് കാര്യങ്ങൾ വിശ്വാസികളോട് വിളിച്ച് പ്രവാചക പറഞ്ഞു കൊടുക്കണം. അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ. കാഴ്ചക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുള്ള. പിന്നെ പറഞ്ഞെന്താണോ, വഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ലൈംഗിക അവയം സൂക്ഷിക്കാൻ പറയുകയാണ്. കണ്ണിനെ താഴ്ത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക അവയം സൂക്ഷിക്കാൻ കഴിയില്ല. എന്റെ അള്ളാഹു ആദ്യം അത് പറയാൻ, ആദ്യം നിങ്ങളുടെ കാഴ്ച നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക അവയവത്തിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് ആ പഠിപ്പിച്ചത്. ഗൗരവമല്ലേ അത്? അത് സ്ത്രീകളോട് പറഞ്ഞു, അവരെ പരിശുദ്ധിക്കാതാണ് ഏറ്റവും നല്ലത്. ദൃഷ്ടി താഴ്ത്തണം. ദൃഷ്ടി താഴ്ത്തി കഴിഞ്ഞാൽ ഈ ലോകം മാനാഭിമാനത്തോടെ ജീവിക്കാം, അല്ലെ? അന്തസ്സും അഭിമാനത്തോടും ജീവിക്കാം. ആ കുടുംബത്തിന്റെ, ആ തറവാടിന്റെ പേര് കളഞ്ഞുപോയി, അല്ലെ? ഒരു കുട്ടി ചാടിപ്പോയാൽ എന്താ ചാടിപ്പോകുന്നത്? ഇതിനെ ഒളിച്ചോടുന്നത്. വിവാഹിതര് ഒന്നും രണ്ടും കുട്ടിയെ ഒഴിവാക്കിയിട്ട് പോകാൻ മടിയില്ലാത്ത കാലഘട്ടത്തില്
ഈ സന്ദേശം എത്തിക്കേണ്ടത് വിശ്വാസികളെ വീട് വീടാന്തരം എത്തിക്കേണ്ടത് അവരുടെ ഇഹപര വിജയത്തിന് ഈ സന്ദേശമല്ലേ നമ്മൾ എത്തിക്കേണ്ടത്. ഇതൊരു മൊത്തം ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന സർവ്വ മനുഷ്യരുടെയും മാനാഭിമാനത്തിന്റെ വിഷയമാണ്. ഇതൊരു സമൂഹത്തിന്റെ കാര്യമല്ല, പ്രത്യേകിച്ച് വിശ്വാസികൾക്കതിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള വിഷയവുമാണ്. അവർ പരലോകത്തിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ പരലോക ശിക്ഷ ഭയപ്പെടുന്ന വിശ്വാസിക്ക് ദുനിയാവിൽ നിന്ദനാകേണ്ടി വരികയില്ല എന്നതാണ് അതിന്റെ ഗൗരവം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ത്രീകളോട് പറഞ്ഞു വകുല്ലിൽ മുഅ്മിനാത്ത് യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വഹ്ഫദ്ന ഫുറൂജഹുന്ന. അവരോടും പറഞ്ഞത് അങ്ങനെയാണ്. സ്ത്രീകള് അന്യപുരുഷന്മാരെ കാണുമ്പോൾ അവർ ദൃഷ്ടികൾ താഴ്ത്തിയാൽ അവരുടെ ലൈംഗിക അവയവങ്ങൾ അവർക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അവരത് തുറന്നു വെച്ച് അവരോട് കാണാനും സംസാരിക്കാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു ബിനി ആദമ ലഹു ഹമ്മുഹു മിനസ് സിന. ആദമിന്റെ മക്കൾക്ക് സിനയിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് ഒരു പങ്ക് ഉണ്ട് എന്ന്. അവന്റെ കണ്ണിലും അവന്റെ കേൾവിയിലും അവന്റെ കാഴ്ചയിലും അവന്റെ സംസാരത്തിലും അവന്റെ പിടുത്തത്തിലും നടത്തത്തിലും ഒക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് ഫസിനൽ ഐനൈനി അൻവർ. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസിനൽ യദൈനി ബത്ഷു. കയ്യിന്റെ വ്യഭിചാരം പിടിക്കലാണെന്ന അടുത്ത പത്രത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? വസ്ത്രത്തിന്റെ മുകളിൽ തടവിയാൽ കുറ്റമല്ല. വായിച്ചതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറായിട്ട് അംഗീകരിച്ചിട്ടില്ല ആളുകൾ. രണ്ട് കാലിന്റെ വ്യഭിചാരം നടന്നു പോക്കാണ്. വിശ്വാസികളെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒന്നുണ്ടാക്കി നടന്നു വരുന്നവന്റെ ഒരു ദർജ ഉയരുകയും ഒരു പാപം പൊറുക്കുകയും ചെയ്യും. ആ വീട്ടിൽ നിന്ന് വ്യഭിചരിക്കാൻ യാത്ര ചെയ്യുന്നതിന്റെ അളവെന്ന് പരിശോധിച്ചാൽ രേഖപ്പെടുത്തുന്ന ശിക്ഷയുടെ ഗൗരവം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുന്നതും വീട്ടിൽ നിന്ന് വ്യഭിചരിക്കാൻ ഇറങ്ങുന്നതും രണ്ടിന്റെയും ഗുണവും ദോഷവും മനസ്സിലാക്കാൻ അള്ളാന്റെ റസൂലിന്റെ വാക്ക് വിശദീകരിച്ചു. വസിനൽ ഫമിൽ കുബുല. വായുടെ ചുംബനമാണ്, സംസാരമാണ്, പല വിശദീകരണങ്ങളുമുണ്ട്. വൽ ഖൽബു യഹ്വാ വതമന്ന. മനസ്സിങ്ങനെ ആഗ്രഹിച്ച് ഒഴുകിക്കൊണ്ട് അതിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേണം, കിട്ടണം എന്ന് മനസ്സിങ്ങനെ നിരന്തരമായി മോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വയുസദ്ദഖു ദാലിക ഔ യുകദ്ദിബു ബിഹിൽ ഫർജ്. ചിലപ്പോൾ ഗുഹ്യാവയാതെ സത്യപ്പെടുത്തും, അല്ലെങ്കിൽ ഇതിനെ കളവാക്കി. സാഹചര്യം ഒത്തുകിട്ടിയില്ലെങ്കിൽ തള്ളിക്കളയുന്നർത്ഥം. ഒത്തുകിട്ടിയാൽ അത് സത്യപ്പെടുത്തി സംഭവിച്ചിരിക്കുമെന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടില് മാതാപിതാക്കൾ അറിയാതെ സമ്മതം മൂളുന്ന വ്യഭിചാരമുണ്ട്. നാട്ടുനടപ്പാണ്. വിവാഹം ഉറപ്പിക്കുക ഒരു മിഠായിയുടെ ബലത്തിൽ. മിഠായി ഒരു കല്യാണമായി മാറിക്കഴിഞ്ഞു. ഞാൻ അങ്ങനെ വിഷയങ്ങളൊന്നും ഇവിടെ പറയലില്ല. ഈ വിഷയം വന്നപ്പോൾ ക്ഷമിക്കുക, ചേർത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മിഠായി കല്യാണം നടക്കുന്ന കാലഘട്ടമാണ്. ആ മിഠായി കല്യാണം, മിഠായിയുടെ ഉറപ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അനുവദിക്കുന്ന ഉമ്മയും ബാപ്പയും കറങ്ങാനും ചുറ്റിക്കറങ്ങാനും സംസാരിക്കാനും തൊടാനും പിടിക്കാനും, അത് ഈ പറഞ്ഞതിന് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞതിനാണെങ്കിൽ അനുവദിക്കുന്നില്ല. കാലം അങ്ങനെ പറയും. നിക്കാഹ് കഴിഞ്ഞ പെണ്ണിന് ഫോൺ ചെയ്യാൻ പറ്റാത്ത കാലം, സംസാരിക്കാൻ പറ്റാത്ത കാലം ഷർത്ത് വെച്ചു. നിക്കാഹ് ചെയ്യാതെ എവിടെയും ഓടി നടക്കാനും എന്തും ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ബീച്ചിൽ പോകാനും പാർക്കിൽ പോകാനും ആടാനും തുള്ളാനും ഒക്കെ അനുവാദം നൽകുന്ന ഉമ്മയും ഉപ്പയും ഒരു മിഠായിയുടെ കാര്യത്തിലാണ് വ്യഭിചാരത്തിന് അനുവാദം നൽകുന്നത്. അറബിയിലൊരു പ്രയോഗമുണ്ട് അതിന്. അതിന്റെ അർത്ഥം പറഞ്ഞ അപകടമാണ്. ദയ്യൂസ് എന്നാണ് അതിന് പ്രയോഗിക്കുന്നത്. ദയ്യൂസ് എന്നതിന്റെ കുടുംബത്തിലുള്ള ആളുകളെ കൂട്ടിക്കൊടുക്കുന്നവെന്ന് അത് ഇവിടെ നിന്ന് പറയാൻ പേടിയുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? ജനങ്ങൾ ബോധവാന്മാരാകണമെങ്കിൽ അത് പറയാതിരുന്നാൽ എന്തിന് ഞാൻ അതിന് മറച്ചു വെക്കുന്നു?
റസൂലുള്ളാന്റെ വാക്കുകൊണ്ട് നാവുകൊണ്ട് പറയാൻ പ്രയാസമില്ലാത്തൊരു വാക്ക് എനിക്ക് പെട്ടെന്ന് പറയാൻ പ്രയാസപ്പെടുന്നു. എന്റെ ലക്ഷ്യം, ഈ പള്ളിയുടെ ലക്ഷ്യം, ഈ മഹലിന്റെ ലക്ഷ്യം ഇവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാതിരിക്കൽ. അതിനുള്ള ഉത്ബോധമായിരിക്കണം ഈ മിമ്പറിൽ നിന്ന് ജനങ്ങൾ കേൾക്കേണ്ടത്. ഈമാനുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചരിക്കുന്നവൻ, ഒരു വ്യഭിചാരി വ്യഭിചരിക്കുകയില്ല അവൻ വ്യഭിചരിക്കുന്ന സന്ദർഭത്തിൽ മുഅ്മിനായി. എന്താ വേണ്ടത്? ആ സന്ദർഭത്തിലൊക്കെ മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അള്ളാഹു കാത്തുരക്ഷിക്കും. തന്നെയുമല്ല, അബൂദാവൂദ് സുനനിൽ അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സന الرجل خرج منه الإيمان. ഒരു മനുഷ്യൻ വ്യഭിചരിക്കുകയാണെങ്കിൽ അവനിൽ നിന്ന് അവന്റെ ഈമാൻ പുറത്തു പോകും. ഫകാന അലൈഹി കദ്ദില്ല, എന്നിട്ട് അതൊരു തണല് പോലെ മാറി നിൽക്കുന്നു. അവനിൽ നിന്നാണ്ട് ഒഴിവാകും. ഈമാന അവന്റെ നിൽക്കാനുള്ള അവസ്ഥ ഇല്ല എന്നുള്ളതാണ്. അത്രയും മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്യുന്നവന്റെ കൂടെ ഈമാന നിൽക്കാൻ സാധ്യമല്ല. പിന്നെ ഇരുട്ടായി അതാണ്. അവന്റെ പ്രകാശം നീങ്ങിക്കഴിഞ്ഞ് ഈമാൻ, അവന്റെ പ്രവർത്തി അവസാനിപ്പിച്ചതിന് ശേഷം അവനിലേക്ക് ഈമാൻ തിരിച്ചു വരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗൗരവമാണ് വിശ്വാസികളെ. നമ്മളെ വീട്, നമ്മളുടെ പരിസരങ്ങൾ, നമ്മളെ വളർത്തുന്ന മക്കൾ, നമ്മൾ ഉത്തരവാദിത്തത്തിലാണ്. അങ്ങനെ രക്ഷപ്പെടാൻ സാധ്യമല്ല. യൂസിക്കുമുല്ലാഹു ബി ഔലാദിക്കും. മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വസിയത്ത് നൽകിയിട്ടുണ്ടെന്ന പറഞ്ഞത് ഒരുപാട് സ്വത്ത് മാത്രമല്ല, അനന്തര സ്വത്ത് മാത്രമല്ല, എല്ലാം വസിയത്തിൽ എണ്ണിയിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറയാണ്, വലാ അഅലമു ബഅദ ഖത്ലിൻ നഫ്സ് ദംബൻ അഅളമു മിനൽ സിന. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറയാണ്, ആളെ കൊല്ലുന്നതിന് ശേഷം, ഒരു കൊലപാതകത്തിന് ശേഷം ഏറ്റവും വലിയ പാപമായി കാണുന്നത് വ്യഭിചാരമാണ്. എന്നിട്ട് പറഞ്ഞു, വഖാലൽ മുൻദിർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, സഹഅൻ മുദ്മനൽ ഖംറ ഇദാ മാത ലഖിയല്ലാഹു കആബിദിൽ ആബിദ് വസ്. മദ്യപിച്ച് ലക്കുകെട്ട് അവൻ മരിച്ചു പോയാൽ അവന് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഒരു വിഗ്രഹാരാധനകനെ പോലെയാണ്. അതിൽ സംശയമില്ല, അത് സഹിയാണ്. എന്നിട്ട് പറഞ്ഞു, വലാ ശക്ക, സംശയമേ ഇല്ല. അത് ഉറപ്പാണെങ്കിൽ ഇതിലും സംശയമില്ല. എന്താണ്? അന്നദ്ദിന അശദ്ദു വഅദം മിൻ ശരിബൽ ഖമർ. വലാ ശക്ക അന്നദ്ദിന അശദ്ദു വഅദം മിൻ ശരിബൽ ഖമർ. മദ്യപാനത്തെക്കാളും അതിഗൗരവമാണ് വ്യഭിചാരം എന്നതിൽ ഒരു സംശയവുമില്ല. മദ്യപാനത്തിന്റെ അവസ്ഥയാണ് ഉലമാക്കളും പണ്ഡിതന്മാരും മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ മനസ്സിലാക്കിയ രീതി അങ്ങനെയാണ്. അതേ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ഇഹപര ഇസ്സത്ത് നിലനിർത്തിയിട്ട് മാനാഭിമാനം കാത്തു സൂക്ഷിച്ച് അപമാനിതനാകാതെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ദംബിൻ ബഅദ ശിർക്ക് അഅളമു ഇൻദല്ലാഹ് മിൻ നുത്ഫത്തിൻ വളഅഹാ റജുലുൻ ഫീ റഹ്മി ലാ യഹില്ല. ശിർക്കിന് ശേഷം അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ഗുരുതരമായ ശിക്ഷയാണ്, തെറ്റാണ്, പാപമാണ് ശിർക്ക് എന്നത്. അതിനുശേഷം അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ പാപമായി എണ്ണിയത് മിൻ നുത്ഫത്തിൻ വളഅഹാ റജുലുൻ ഫീ റഹ്മി ലാ യഹില്ല ലഹു. അവൻ അനുവദീനമല്ലാത്ത ഒരു ഗർഭപാത്രത്തിലേക്ക് അവന്റെ നുത്തുഫ് ശേഖരിക്കുക, അവന്റെ ബീജം എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെയാണല്ലോ സന്താനം, അബീദ സന്താനങ്ങൾക്ക് ജന്മം നൽകേണ്ടി വരിക. അള്ളാഹുവിന്റെ അടുത്ത് അത്രയും വമ്പിച്ച കുറ്റമുള്ള തിന്മയാണ് ഈ രീതികൾ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികളുടെ ജീവിതത്തിലെ പ്രാർത്ഥന, അതിൽ നിന്ന് രക്ഷപ്പെടാം. ഒരുപാട് കുത്തുബകൾ പറയാനുണ്ട്. പക്ഷേ ഗൗരവമുള്ളതിന്റെ പേരിൽ ഇത്രത്തോളം പറഞ്ഞ വിശ്വാസികൾക്ക് അത് മതിയാകും. മാറാൻ ആരാണോ ഈ
തിന്മയ്ക്ക് തുടക്കം കുറിക്കുന്ന അവൻ നിർത്തണമല്ലോ. ആരാണോ ചെയ്യുന്ന അവൻ മാറണമല്ലോ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരാൾ അള്ളാഹു ആരും മാറ്റൂല. ഒരു ജനതയും അള്ളാഹ് കണ്ട് മാറ്റൂല. സ്വന്തം മനസ്സിൽ നിന്ന് മാറണമെന്നുണ്ടാവണം. ഞാൻ നിർത്തി, ഞാൻ തൗബ ചെയ്യുന്നു, ഞാൻ നന്നാവുന്നു, ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന ഒരു മാറ്റത്തിന്റെ മനസ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു അതിലേക്ക് എളുപ്പമാക്കി തരും. അതുകൊണ്ടല്ലേ ഭാര്യയുമായി ഇടപെട്ട് ജീവിക്കുന്ന ലൈംഗിക സുഖത്തിന് പ്രതിഫലം നിശ്ചയിച്ച ഇസ്ലാം. വ്യഭിചാരത്തിന് പാപത്തിന്റെ കൂലിയാണെങ്കിൽ വിവാഹത്തിലൂടെ കൂലി കിട്ടുന്നത് ഒരേ സംഗതി. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ. അല്ലാഹുവേ, എന്റെ കേൾവിയുടെ തിന്മയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിൻ ശർരി ബസരി, കാഴ്ചയുടെ ശർറിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിൻ ശർരി ലിസാനി, എന്റെ നാവിന്റെ ശർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ശർരി ഖൽബി, എന്റെ ഹൃദയത്തിന്റെ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ശർരി മനിയ്യി, എന്റെ മനിയിൽ നിന്ന്, എന്റെ ശുക്ലത്തിന്റെ ശരീരിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഈ പറഞ്ഞതൊക്കെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയം. നോട്ടവും കേൾവിയും സംസാരവും കൽബിന്റെ ചിന്തയും ഒക്കെ, ഇതിലൊക്കെ നമുക്ക് ഷർറുകളുണ്ട് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നു. നമ്മളുടെ ഇന്ദ്രിയ തുള്ളികളിൽ നമുക്ക് ഷർറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളെ ഈ പ്രാർത്ഥനയുടെ ഗൗരവം എത്രമുണ്ട്. ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രീതിയിൽ വിവാഹത്തിലൂടെ മാത്രം ലൈംഗിക സുഖം അനുഭവിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യു ദംബ് അക്ബർ ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് വമ്പിച്ച പാപം ഏതാണെന്ന ചോദ്യം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞ്, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖ്, നിന്നെ അള്ളാഹു അവൻ സൃഷ്ടിച്ചിരിക്കുക, അവന് നീ സമന്മാരെ ഉണ്ടാക്കലാണ്. അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ച അള്ളാഹുവിന് നീ ഒരു പങ്കാളിയെ ഉണ്ടാക്കുകയാണ്, ഒരു സമനുണ്ടാക്കുകയാണ്. അടുത്ത വാചകം സുമ്മ, പിന്നെ ഏതാണെന്ന ചോദ്യം, അൻത ഖുതുല വലദക മഖാഫതൻ അൻ യതഅമ മഅക, നിന്റെ കൂടെ നിന്റെ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് ഭയപ്പെട്ടിട്ട് നീ അവനെ കൊന്നുകളയാനാണ്. മക്കളെ കൊല്ലുന്നത് നമ്മൾ പറയണ്ടല്ലോ, പല നിലക്കുണ്ട്. എല്ലാവരും വായിച്ചിരിക്കുന്നത് ഇവിടെ ഇന്ന് പറയണ്ട, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഗൗരവമുള്ളത് അള്ളാഹുവിന്റെ അടുത്ത് വമ്പിച്ച പാപങ്ങൾ എണ്ണുകയാണ് അതൊക്കെ. ശിർക്ക്, ആളപ്പല്ല. പിന്നെ ചോദിച്ചു സുമ്മ ഐ, പിന്നെ ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് പറഞ്ഞ അൻ തുസ്നിയ ഹലീലത ജാരിക, അയൽവാസിയായ നിന്റെ വീട്ടിന്റെ അയൽവാസി പെണ്ണിനെ വ്യഭിചരിക്കലാണ്. ഏറ്റവും എളുപ്പതാണല്ലോ. മറ്റഹദീസിൽ കാണാം, 10 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാളും ഏറ്റവും മഹാപാവമാണ് നിന്റെ അയൽവാസി സ്ത്രീയെ വ്യഭിചരിക്കുന്നത്. 10 വീട്ടിൽ മോഷണം നടത്തുന്നതിനേക്കാളും വലിയ കുറ്റമാണ് നിന്റെ അയൽവാസിൽ പോയി നീ കളവ് നടത്തും. കാരണം നിന്റെ സംരക്ഷണത്തിൽ കഴിയേണ്ട അയൽവാസിനെ നീ അപമാനിക്കുകയാണ്, നീ നിന്ദിക്കുകയാണ്, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതാണ് അതിന്റെ ഗൗരവം.
ഇത് പറഞ്ഞിട്ട് അൻസലല്ലാഹ്, അല്ലാഹു അപ്പോൾ ആയത്ത് അവതരിപ്പിച്ചു. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ സൂറത്ത് ഫുർഖാനിലൂടെ അങ്ങനെ വിശദീകരിച്ചിട്ട് വന്നിട്ട് പറഞ്ഞ ആ ആയത്തിറങ്ങിയ സന്ദർഭമാണ്. ആ സത്യവിശ്വാസികൾ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവോടൊപ്പം ഒരു ഇലാഹിനെ വെച്ച് അവർ പ്രാർത്ഥിക്കുകയില്ല. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ന്യായത്തിന് ഭരിക്കേണ്ടത് ന്യായാധിപന്മാരാണ്, വേറെ ആർക്കും ഭരിക്കാൻ നിയമമില്ല. അങ്ങനെ അന്യായമായ ഒരു കൊല ചെയ്യാത്ത ആളുകളാണ്. അപ്പൊ അതും നടക്കുന്നു, ശിർക്ക് നടക്കുന്നു, കൊലപാതകം നടക്കുന്നു. പാടില്ല എന്ന് പറഞ്ഞ വിവാദം തന്നെ ചെയ്യുന്നു. എല്ലാ അക്കൗണ്ടുകളും മുസ്ലിമിന്റെ വിശ്വാസിയുടെ മേഖലയിലേക്ക് എഴുതി ചേർക്കുന്നു. വിശ്വാസികളെ നമ്മൾ ഉണരണം, നമ്മളെ മക്കൾ നമ്മളെ സംരക്ഷണത്തിൽ വളരണം. വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും നമ്മളെ തള്ളിവിടുന്ന അവസ്ഥ നമ്മളെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്താണ് അവർക്ക് കിട്ടുന്നത് എന്നത് പരിശോധിക്കണം. ഭാര്യയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്ത ഭർത്താവ് എന്നല്ലേ മനസ്സിലാകുന്നത്? എന്നിട്ട് പറഞ്ഞു വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല. എന്ന കാരുണ്യവാനായ അല്ലാഹു, റഹ്മത്തിന്റെ നിറകുടം, അവന്റെ അടിമകളോട് ഇത്ര അധികം അലിവും കരുവും ദയവുള്ളവൻ അല്ലാഹു അല്ലാതെ ആരാണ്? ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ് വമൻ യഫ്അൽ ദാലിക യൽക അസാമ, ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻക്ക് അതിന്റെ പാപഫലം കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു ഒന്നും കൂടി ഗൗരവത്തിൽ, യുളഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന, ഇവിടെ എന്നല്ല അവിടെ ഇരട്ടി ശിക്ഷ അവനക്ക് നൽകും. ഖിയാമത്ത് നാളിൽ ശാശ്വതമായ നരകത്തിൽ അവൻ പ്രവേശിക്കേണ്ടി വരും, ശിക്ഷയിൽ പ്രവേശിക്കേണ്ടി വരും. ഇത് പറഞ്ഞിട്ടുള്ള പറഞ്ഞ ആ കാരുണ്യത്തിന്റെ അള്ളാഹുവിന്റെ വാക്ക് കേട്ടോ. ഇല്ലാമൻ താബ, ആളെ കൊന്നു, ശിർക്ക് ചെയ്തു, വ്യഭിചരിച്ചു, പാപങ്ങളിൽ വെച്ച് വലിയ പാപങ്ങളൊക്കെ അവന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ കാരുണ്യത്തിന്റെ നിറകുടമായ അള്ളാഹു ഈ അടിമയെ വിളിച്ച് പറയുന്നുണ്ട് സൂറത്ത് സുമറിൽ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, സ്വന്തത്തോട് തന്നെ അന്യായം പ്രവർത്തിച്ച് അക്രമങ്ങൾ പ്രവർത്തിച്ച എന്റെ അടിമകളെ വിളിച്ച് റസൂലെ പറഞ്ഞു കൊടുക്കൂ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും ഞാൻ എന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കാം. കാരുണ്യത്തിന് നിരാശപ്പെടേണ്ടാണ്. ശിർക്ക് ചെയ്തു, ആളെ കൊന്നു, വ്യഭിചരിച്ചവനോട് പറയുന്നു ഇല്ലാമൻ താബ, തൗബ ചെയ്തവനൊഴികെ. ഈ പറഞ്ഞ ഇരട്ട ശിക്ഷയും നിന്ദ്യമായ ശിക്ഷയും ശാശ്വതമായ ശിക്ഷയും അവനിക്കില്ല. ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹാ. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ അടിമകളോട് എന്നിട്ടും വ്യഭിചരിക്കുകയാണെങ്കിൽ ഇരട്ടി ശിക്ഷയല്ലേ ഉണ്ടാകുക? ഇല്ലാമൻ താബ, തൗബ ചെയ്തവനൊഴികെ, വആമന വിശ്വസിച്ചു, വഅമില സ്വാലിഹാൻ അവൻ സൽക്കർമ്മം ചെയ്തു. കേൾക്കണ ബാക്കി. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. സുബ്ഹാനല്ലാഹ്, വകാനല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹ് പറയാണ്, ഈ തൗബ ചെയ്ത് വിശ്വസിച്ചു സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് അവരുടെ പാപങ്ങൾ അല്ലാഹു യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, എല്ലാ പാപങ്ങളും നന്മയാക്കി കൊടുക്കുന്നു. എന്തിനാ നിരാശപ്പെടുന്നത്? വകാനല്ലാഹു ഗഫൂറർ റഹീമ. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, റഹ്മത്തുള്ളവനാണ്, കരുണ ചെയ്യുന്നവനാണ്. അവന്റെ കരുണയുടെ അങ്ങേയറ്റമാണ്
കൊലപാതകം ചെയ്തു, ശിർക്ക് ചെയ്തു, വ്യഭിചരിച്ചവനോട് നീ തൗബ ചെയ്തോ, നീ പിന്നീട് സൽക്കർമ്മം ചെയ്തോ, ഞാൻ പുറത്തു തരാം. നീ ചെയ്ത ശിർക്ക്, നീ ചെയ്ത കൊലപാതകം, നീ ചെയ്ത വ്യഭിചാരം നിന്റെ അക്കൗണ്ടിൽ നന്മയാക്കി തരാൻ എനിക്ക് കഴിയുന്ന അല്ലാഹു. പക്ഷെ നമ്മൾ എന്നിട്ടും പോകുന്നു തിന്മയിലേക്ക്. അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണ്ടേ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണ്ടേ. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവരല്ലാഹനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പാപം പൊറുക്കുന്നവരാണ്. തൗബ ചെയ്യാൻ മടങ്ങുക, ജീവിതത്തിലേക്ക്, നമ്മളെ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, നമ്മളെ സമൂഹത്തിലേക്ക്, നമ്മളെ നാടിൽ വ്യഭിചാരം എന്ന് പറയുന്ന മഹാവിപത്ത് ഇല്ലാതിരിക്കാൻ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ, ചാനലുകളായാലും TV ആയാലും സീരിയലുകളായാലും അതിന്റെ അപകടങ്ങൾ വ്യഭിചാരത്തിലേക്ക് എത്തുമെങ്കിൽ അവസാനിപ്പിച്ചോളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെ രഹസ്യമായും ശാരീരികമായും മാനസികമായും വിവരമില്ലാതെ അറിവില്ലാതെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നമ്മളെ കുടുംബത്തിലും നമ്മൾക്കും എല്ലാവർക്കും അള്ളാഹു അവന്റെ മഹത്തായ പാപമോചനത്തിലൂടെ പുറത്തു തരുമാറാകട്ടെ. തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാ മ്ലേച്ഛമായ വ്യഭിചാരങ്ങളിൽ നിന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ലൈംഗിക വയങ്ങൾ കൊണ്ടും രക്ഷപ്പെടാനുള്ള സർവ്വ തൗഫീഖും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗിയായവർക്ക് അല്ലാഹു ശിഫ നൽകി ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായി പരാജയപ്പെട്ടവർക്ക് അല്ലാഹു അവരുടെ പരാജയം തീർത്തു കൊടുക്കുമാറാകട്ടെ. കടബാധിതരായ ആളുകൾക്ക് അല്ലാഹു അവരുടെ കടം വിടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുകയും അവരെയും നമ്മെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. أقم الصلاة.